അപ്പം നമ്മൾ ഗ്രോ ബാഗിലായിക്കോട്ടെ ചട്ടിയിലായിക്കോട്ടെ ഇതേപോലെ തൈകളൊക്കെ നട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ വെക്കുമല്ലോ അല്ലേ. ഇങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ കാണും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട, ഒട്ടനെ തന്നെ ഇത് ഒരു പിടി ഇങ്ങനെ ഇടുക. ആ ഭാഗത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ നിമവിരബാധ ഉണ്ടാവില്ല, വാട്ടരോഗം ഉണ്ടാവില്ല, എന്തിന് മഞ്ഞളിപ്പ് പോലും വരില്ല. അപ്പോൾ ഇത് എന്താണ്, എത്ര അളവാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഇതുമില്ലാതെ എങ്ങനെയാണ് നിമവിരബാധ തടയാൻ പറ്റുക അല്ലെങ്കിൽ മഞ്ഞളിപ്പ് തടയാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും യറസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പോൾ നമ്മുടെ ചെടീനെ ബാധിക്കുന്ന വാട്ടരോഗം അതുപോലെ തന്നെ ഇല മഞ്ഞളിപ്പ് അതിനുള്ള പരിഹാര മാർഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അതിന് വരുന്ന കുരുടിപ്പ് അതുപോലെ അതിന് വരുന്ന രോഗങ്ങൾ അത് വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് മറ്റുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവർ ദയവ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കാണുക. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, വാട്ടരോഗം. നമ്മുടെ ചെടി വാട്ടരോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി നിന്ന് നിൽപ്പിൽ വാടിപ്പോവുക. ഇപ്പോൾ ഈ കുഞ്ഞൻ ചെടി ഒന്നുമല്ല, അതിൽ നിറയെ തക്കാളിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ തക്കാളി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വളരെ വിഷമം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അത് നിന്ന് നിൽപ്പിൽ വാടിപ്പോവുക അല്ലേ. അപ്പം അതിനുള്ള പരിഹാര മാർഗ്ഗമാണ് നമ്മളിന്ന് പറയുന്നത്. പക്ഷെ അതിന് മുന്നേ കണ്ടു നമ്മൾ ഇപ്പം ഗ്രോ ബാഗൊക്കെ നിറച്ച് ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വയ്ക്കും അല്ലേ. ഇപ്പം നമ്മൾ മഴയൊന്നും കൊള്ളാതെ മാറ്റി വെച്ച് അതിനെടുത്ത് യഥാസ്ഥാനത്ത് വെക്കണ സമയത്ത് ഇതുപോലെ പലർക്കും ഇതിങ്ങനെ വിണ്ട് കീറി നിൽക്കുന്നതായിട്ട് കാണും. മണ്ണ് ഇങ്ങനെ വിണ്ട് ആക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വരണ സമയത്ത് നിങ്ങൾ ഇതിന് വേറൊന്നും ചെയ്ത് നിങ്ങൾ എവിടെയാണ് കൊണ്ടുവയ്ക്കാൻ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പിടി നമ്മളുടെ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റോ അല്ലെങ്കിൽ നോർമൽ മണ്ണാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചാണകം ആട്ടുകാഷ്ടം ഇങ്ങനെ ഇതൊന്നും എടുക്കരുത്. ഒന്നെങ്കിൽ നോർമൽ മണ്ണ് അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ജസ്റ്റ് അതിൻ്റെ മേലെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എത്ര മാത്രമാണ് അവിടെ വിണ്ട് കീറിയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ മാത്രം ഒന്നങ്ങ് ഇട്ട് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ അത് അവിടെ ഇരുന്ന് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. എനിക്കും അതെ, നമ്മളിത് മാറ്റി വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്യും. ഇനി നമ്മുടെ തക്കാളി നമുക്ക് ഒത്തിരി ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മളിങ്ങനെ തക്കാളിയൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിന് വാടിപ്പോവാതിരിക്കാനും ഇലമഞ്ഞളിപ്പ് വരാതിരിക്കാനും നമുക്ക് എന്താണ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇത് വരാനുള്ള കാരണം എന്താണെന്നറിയോ, നിമവിരം മൂലമാണ് ഇതിന് വാട്ടരോഗം വരുന്നത്. അപ്പം ഈ ഒരു ജീവി നമ്മുടെ ഈ മണ്ണിലാണ് ഉണ്ടാവുക. അപ്പം മണ്ണിൽ ഓൾറെഡി ഇതുണ്ടാവും. പക്ഷെ നമ്മളത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്രോ ബാഗൊക്കെ നിറയ്ക്കാനൊക്കെ പറഞ്ഞല്ലേ. പിന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള വളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് വിലയുണ്ട്. ഇത് വേപ്പിൻ പിണ്ണാക്ക് ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ മണ്ണിലിട്ട് അത് നമ്മുടെ ചെടി നടുക. അതുപോലെ തന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകമുണ്ട്, ആട്ടുംകാഷ്ടമുണ്ട്, കോഴിക്കാഷ്ടമുണ്ട്. ഇപ്പോൾ എല്ലാ രീതിയിലും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടും അല്ലേ. അങ്ങനെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ കൊറിയർ ചെയ്ത് തരാട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി വരുന്നുണ്ട്, PRS ഓൺ വീൽസ്. ഇപ്പോൾ എല്ലാ ജില്ലയിലോട്ടും എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയാൽ മതി. ഗ്രൂപ്പിലുള്ളവർക്ക് അതിൽ തന്നെ ഓർഡർ ചെയ്യാം. ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് നമ്മളെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കയറാനായിട്ട് പറ്റും. അപ്പോൾ ആ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ളത് നമ്മൾ ഇടുന്ന സമയത്ത് ചെടീനെ ബാധിക്കില്ല. പക്ഷെ ഓൾറെഡി അത് നമ്മുടെ മണ്ണിലുണ്ടാവും. ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടുമ്പോൾ അത് വരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയോ നമ്മുടെ ചെടീനെ ആക്രമിക്കുക, ഈ ചെടിയുടെ വേര് കൂടെയാണ് ഇത് കയറുക. അപ്പം ഇത് ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മളിതിന് ശക്തിയായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കാറ്റിന് ഇത് ഇളകൊക്കെ ചെയ്യണ സമയത്ത് ഇതിൻ്റെ വേരുകൾക്ക് ചെറിയതായിട്ടുള്ള ഒരു മുറിവ് പറ്റും. അതിലൂടെയാണ് ഇത് കയറുക. അപ്പം അതില്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കമ്പ് കുത്തി കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇത് വഴി തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നടുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മളിത് നട്ട് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെക്കുമല്ലോ, ആ സമയത്ത് കമ്പ് കുത്തി കൊടുക്കണം. അപ്പം കമ്പ് കുത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്കറിയാം ഇതിൻ്റെ ഈ ഒരു പരിസരത്തായിട്ടാവും ഇതിൻ്റെ വേരുണ്ടാവുക അല്ലേ.
ഇതിൻ്റെ ചുറ്റുമായിട്ട് വേരുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി ഇങ്ങ് നീക്കിയിട്ട് വേണം നമ്മളിത് കുത്തി ഇതിനോട് ചേർത്ത് നന്നായിട്ട് അങ്ങ് കെട്ടിക്കൊടുക്കാം. നല്ലൊരു സ്ട്രോങ് കമ്പ് കുത്തി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇളക്കമൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിൻ്റെ വേരുകൾക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ആവണ സമയത്ത് നിമവിരബാധ വരില്ല. അതേപോലെ തന്നെ ഇതിന് വാട്ടരോഗവും വരില്ല. ഇപ്പം ഈ നിമവിരബാധ വരുന്നത് മൂലമാണ് വാട്ടരോഗം വരുന്നത്. ഇപ്പം ചില സമയത്ത് ചെറുതായിട്ട് ഒരു വാട്ടരോഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഉടനെ തന്നെ നമ്മൾ ട്രൈക്കോഡർമ കൊടുക്കുക അല്ലെങ്കിൽ സ്യൂഡോമോണസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. ആ ആരംഭത്തിൽ തന്നെ കേട്ടോ. പക്ഷേ എന്നാലും ഈ ചെടിക്ക് നല്ലൊരു ക്ഷീണം വരും. പിന്നീട് അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിക്കും, കുരുടിക്കും. അപ്പോൾ അതിന് നമ്മൾ ഇതിന് വീണ്ടും സ്യൂഡോമോണസൊക്കെ കൊടുത്ത് 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മളിതിന് നല്ലൊരു വളപ്രയോഗം, പ്രത്യേകിച്ച് അതിന് മണ്ണിൽ കൊടുക്കുന്നേക്കാൾ നല്ലത് സ്പ്രേ ചെയ്യാണ്. ഇപ്പം നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന വളങ്ങൾ പോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള വളങ്ങളുണ്ട്. അപ്പോൾ ഇലകളിലേക്ക് നേരിട്ട് അത് കൊടുക്കുമ്പോൾ ചെടിക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മഞ്ഞളിപ്പും കുരുടിപ്പും ഒരു പരിധി വരെ തടയാനായിട്ട് സഹായിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനിങ്ങനെ ഇതൊക്കെ കുത്തിയൊക്കെ കൊടുത്തു ഇതൊക്കെ ആക്കി, എന്നിട്ടും ചില സമയത്ത് നമുക്ക് വരുന്നുണ്ടാവും അതിൻ്റെ എനക്കൊക്കെ സംഭവിച്ചിട്ട്. അപ്പോൾ ഒരിക്കലും ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ സ്ലറി. അത് പലർക്കും അറിയില്ല എങ്ങനെയാണ് വേപ്പിൻ പിണ്ണാക്ക് സ്ലറി ഉണ്ടാക്കി ഇതിന് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് കാണിക്കാം. ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പം എല്ലാ പച്ചക്കറികൾക്കും കീടബാധ വരാതിരിക്കുക, അതായത് മണ്ണിലൂടെയുള്ള പ്രശ്നമായിക്കോട്ടെ, ഇപ്പോൾ വെണ്ടയ്ക്ക് വരുന്ന ഇലച്ചുരുട്ടിപ്പുഴു, പിന്നെ വഴുതനയ്ക്ക് വരുന്ന തണ്ടുതുരപ്പൻ പുഴു, പിന്നെ പയറിന് വരുന്ന പുഴുക്കേട്, ഇതൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് കൊണ്ടുള്ള സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കി ഇതിന് ഒഴിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചെടിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെള്ളം എടുക്കാം. അപ്പോൾ ഈ 2 ലിറ്റർ വെള്ളത്തിലേക്ക് 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്കാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണിത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 10 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നുള്ള രീതിയിൽ ഇട്ട് വെക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി, ഇങ്ങനെ ഇതേപോലെ പൊടിഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് എടുക്കുന്നതാണ് വളരെ നല്ലത്. അപ്പം നമ്മളതൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു ദിവസത്തിന് ശേഷമാണ് എടുക്കാൻ പാടുള്ളൂ. നമ്മളങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണിത്. കണ്ടു. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഇതിൽ ഏകദേശം ഇതേ വേപ്പിൻ പിണ്ണാക്കൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അത് എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ ഒഴിക്കുന്ന രീതിയാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് അളവാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1 കപ്പിലോട്ടാണ് ഇത് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിലോട്ട് 1 ലിറ്റർ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അരിച്ച് ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് അരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഒരു തുണിയിലോ കവറിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അളവും അതൊക്കെ ഏകദേശം കറക്റ്റായെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടുള്ളൂ. അപ്പോൾ 250 ഗ്രാമാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. 2 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ 1 ഗ്ലാസ്സാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു ദിവസം അതാക്കി വെച്ചിട്ടുള്ളത് 1 ഗ്ലാസ് എടുത്തൊഴിച്ചു. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ളത് കുറച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് ഞെരടി പിഴിയാം. നന്നായിട്ട് അങ്ങനെ ഞെരടി പിഴിഞ്ഞെടുക്കുക. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ഗ്ലാസ് ആണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്, ഡൈല്യൂട്ട് ചെയ്യാത്തത്. എന്നിട്ട് ഇതേ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് വീണ്ടും നമ്മൾ ഇതിൽ തന്നെ ഇട്ട് വെക്കുക. ഇത് കളയേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ തന്നെ ഇട്ട് വെച്ച് അത് മാറ്റി വെക്കുക. പിന്നെ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തതാണ്. ഇതേ കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ചെടിയുടെ മേലെ കൂടെ അങ്ങ് തെളിച്ചു കൊടുക്കാം. മേലെ കൂടെ തെളിച്ചു കൊടുക്കണ സമയത്ത് ഇതിന് കീടബാധകൾ വരില്ല, പ്രത്യേകിച്ച് പുഴുവിൻ്റെ ശല്യം ഉണ്ടാവില്ല. പിന്നെ ചോട്ടിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് പകരമായിട്ട് നമുക്കിത് കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുക്കണ സമയത്ത് മണ്ണിലൂടെയുള്ള പ്രശ്നവും ഉണ്ടാവില്ല, അതിന് വെള്ളമായി വേറെ കീടബാധ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും ഇങ്ങനെ കൊടുക്കാം.
പിന്നെ പിറ്റേ ദിവസം വേണ്ട, അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ഇതിൽ നിന്ന് ഇതേപോലെ 1 ഗ്ലാസ് വെള്ളം എടുക്കുക, അത് 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ച് അരിച്ച് നമ്മൾ ചെടികൾക്ക് കൊടുക്കുക. അപ്പോൾ കൂടുതൽ അളവാണ് നിങ്ങൾ എടുക്കണം. അതായത് ഒരു 10 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോനൊക്കെ ആണെങ്കിൽ ഒരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കപ്പ് എടുത്ത് ഒഴിച്ച് അരിച്ച് എല്ലാ ചെടികൾക്കും കൊടുക്കാം. അങ്ങനെ ഇത് കഴിയുന്നവരെ, ഇപ്പം ഇതിൽ ഇതിട്ടു, ഇനി വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാക്കാം. അങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇത് കഴിയുന്ന വരയ്ക്കും നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് ആക്കി 1 മാസമോ 2 മാസമോ നമുക്കിതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെടികൾക്ക് നിമവിരബാധ വരില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു ഇതായിരുന്നു ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഡൈല്യൂട്ട് ചെയ്താക്കുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ വെണ്ട കൃഷി ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇല ചുരുട്ടിപ്പുഴുവിൻ്റെ ഉപദ്രവം ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ ഈ വെണ്ട ചെടിയാണെന്ന് നമ്മൾ കരുതിയിട്ട് അതിൻ്റെ മേലെ കൂടെ ധാരാളമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇല ചുരുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പൊട്ടിച്ച് നശിപ്പിച്ച് കളയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു കീടബാധയില്ലാതെ ധാരാളം വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.